പരിചയത്തിലുള്ളൊരു സ്ത്രീ അവരുടെ കൊച്ചുമകൾ ദേവയെയും കൊണ്ട് ആശുപത്രിയിൽ വന്നു. വളരെ സ്മാർട്ടായ അവൾ പെട്ടെന്ന് എല്ലാവരുമായി അടുത്തു. ഡോക്ടർ രവിയുടെ സഹായത്തോടെ ശ്യാമ ചില പ്രധാന രേഖകൾ കണ്ടെത്തി. ഇപ്പോഴൊന്നും നീ വിശ്വസിക്കണ്ട. ഏതാനും ദിവസങ്ങൾക്കകം ബോംബ് പൊട്ടുമെന്ന് നീ മനസ്സിലാക്കും. പത്രക്കാരി ഈ മുറിയുടെ വാതിലിൽ ക്യൂ നിൽക്കുമെന്ന് നീ അറിയും. ഈ ശ്യാമ പറഞ്ഞതൊക്കെ സത്യമായിരുന്നെന്ന്. ന്യൂസ് പുറത്തായാൽ തിരിച്ചടി ഉണ്ടാവും. കലങ്ങി തെളിയും വരെ ഞാൻ രവി ഒളിവിൽ പോകേണ്ടി വന്നേക്കാം. യുനോ സുജാത, ഐ എം ഗെറ്റിംഗ് വണ്ടർഫുൾ ഇൻസൈഡ് ഇൻഫർമേഷൻ. ഓഫ് കോഴ്സ് ക്രെഡിറ്റ് ഗോസ് ടു രവി. ഹലോ, ആ എപ്പോ വരണം? കൃത്യം 7 മണിക്ക് എത്തിയാൽ മതി. മോർച്ചറിയുടെ മുമ്പിൽ വന്നാൽ മതിയോ? ഓക്കെ ഓക്കെ, ക്യാമറ എടുക്കാം. ഓക്കെ, ഞാൻ വന്നേക്കാം. ശരി. എക്സ്ക്യൂസ് മീ ഡോക്ടർ രവി. രവി, രവി, ശ്യാമയുടെ മരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അവളോടൊപ്പം ഒരേ മുറിയിൽ കഴിഞ്ഞുകൂടിയ നാളുകളിലെ ജീവനുള്ള നിമിഷങ്ങൾ ഓരോന്നായി ഓർമ്മയിലെത്തിയപ്പോൾ എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. വിടരും മുൻപ് കൊഴിഞ്ഞു പോയൊരു പനിനീർ പൂവ്, അത്രേ അവളെപ്പറ്റി പറയാനാവൂ. ശ്യാമയുടെ ബന്ധുക്കളെന്നും പറഞ്ഞ ചിലർ പിറ്റേന്ന് ഹോസ്റ്റലിൽ വന്നു. അവളുടെ മുറിയിലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വന്നതാണെന്നാണ് അവർ പറഞ്ഞത്. ശ്യാമ ഇങ്ങനെ ചില ബന്ധുക്കളെപ്പറ്റി പറഞ്ഞത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ മുറിയിൽ കയറാൻ അനുവദിച്ചില്ല. എങ്കിലും അവർ ബലമായി മുറിയിൽ കയറി എല്ലാം വാരി വലിച്ചിട്ടു. എന്തോ തിരയുകയായിരുന്നു. ഞങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു പോയി. പിറ്റേന്ന് ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ സ്വാമിനാഥനുമായി അവർ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ശ്യാമ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന വിശ്വാസം എന്നിൽ ബലപ്പെട്ടു വരികയായിരുന്നു. മോളെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. ഓഹോ, മോളിപ്പം ഇടുക്കിയായിട്ടുണ്ടല്ലോ. എന്താ ഇത്? ചോക്ലേറ്റ് ചേച്ചി. താങ്ക് യു. ബില്ല് ഞാൻ അങ്ങോട്ട് എത്തിക്കാം, പാക്ക് ചെയ്തോളൂ. ശരി. ഈ പ്രായത്തിലുള്ള ഒരു ഡോണറെ ഇത്രയും പെട്ടെന്ന് കിട്ടാൻ പ്രയാസമാണ്. എനിവേ, ഐ വിൽ ട്രൈ ഇഫ് യു ക്യാൻ ഗിവ് മീ മോർ ഓഫ് ടൈം. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ചോക്ലേറ്റ് അങ്കിൾ. എത്ര വയസ്സെന്നാണ് പറഞ്ഞത്? ഐ തിങ്ക് there is a possibility. എന്ത് പറ്റി? ഡോക്ടർ വന്ന് നോക്കിയപ്പോ കാര്യമായി എന്തോ കുഴപ്പമുണ്ടെന്ന്. ഡിസ്ചാർജ് ചെയ്യാറായിട്ടില്ല അത്രേ. പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്ന്.
എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തവൾ പോകുന്നത് മരണത്തിലേക്കാണെന്ന് അവൾ അറിഞ്ഞില്ല. നിസ്സഹായയായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. What are you doing here? ഞാൻ You have no business here. Go to the reception. ജീവിതം തന്നെ വെറുത്തതുപോലെയായി എനിക്ക്. ആശുപത്രിയിലേക്ക് പോകാൻ തന്നെ ധൈര്യമില്ലാത്തതുപോലെ. ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കവർ കൊണ്ടുവന്ന് തന്നു. കൊല്ലപ്പെടുന്നതിന് മുൻപ് ശ്യാമ എൻ്റെ പേർക്ക് പോസ്റ്റ് ചെയ്തതായിരുന്നു ആ കവർ. അവൾ ചിലപ്പോൾ എന്തോ അത്യാഹിതം മുമ്പിൽ കണ്ടതാവണം. 2 ദിവസത്തേക്ക് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമാണ് തപാൽ വകുപ്പ് എന്നതുകൊണ്ടാണ് ഇത് നിന്റെ പേർക്ക് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അവൾ കത്തിലെഴുതിയിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്കണമെന്നും അതിലെഴുതിയിരുന്നു. ഞാൻ ആ ഫയൽ തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. പീറ്റർലാൽ 12-ാം വയസ്സിൽ ബോംബെക്ക് കള്ളവണ്ടി കയറി. അതോ ലോകത്തിൽ കുപ്രസിദ്ധി നേടിയ പീറ്റർലാൽ മദിരാശിയിൽ എത്തുന്നത് ലക്ഷപ്രഭുവായിട്ടാണ്. 1987 ഈ ഹോസ്പിറ്റൽ തുടങ്ങി. പീറ്റർലാലിന്റെ ക്രൂരകൃത്യങ്ങൾക്ക് ഒരു മറ മാത്രമാണ് ഈ ഹോസ്പിറ്റൽ. ഡോക്ടർ സ്വാമിനാഥൻ ബോംബെയിൽ സർക്കാർ സർവീസിലായിരുന്നു. മദ്യപിച്ച് സർജറി നടത്തിയത് മൂലം രോഗി മരണമടഞ്ഞു. സർവീസിൽ നിന്ന് പുറത്തായ സമയത്ത് പീറ്റർലാലുമായി പരിചയപ്പെട്ടു. ആ അടുപ്പം സ്വാമിനാഥനെ ഈ ഹോസ്പിറ്റലിലെ ചീഫ് സർജനാക്കി. ആന്തരാവയവങ്ങൾക്ക് വേണ്ടി ഒരുപാട് പാവപ്പെട്ട രോഗികളെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാമിനാഥൻ പീറ്റർലാലിന്റെ വലങ്കൈയാണ്. ഫയലിലെ ഫോട്ടോകളും വിവരങ്ങളൊക്കെ തികച്ചും സത്യമാണോ എന്നറിയാനുള്ള ഭ്രാന്തമായ ഒരു ആവേശം എന്നിൽ കത്തിപ്പടർന്നു. ശ്യാമ പറഞ്ഞ സത്യങ്ങൾ ഞാൻ കണ്ടെത്തുകയായിരുന്നു. ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ച ശ്യാമയ്ക്ക് വേണ്ടി ഞാനൊരു ഉറച്ച തീരുമാനമെടുത്തു. എന്തൊക്കെ സഹിച്ചാലും നിരപരാധികളായ പാവങ്ങൾ ഇനി ഒരിക്കലും മരിക്കരുത്. രേഖകൾ എന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞ അവർ എന്റെ ജീവൻ അപകടത്തിലാക്കും എന്നെനിക്ക് മനസ്സിലായി. എല്ലാ വാതിലുകളും അടഞ്ഞ ഞാൻ പീറ്റർലാലിന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ടോടുകയായിരുന്നു, ഒരു വലിയ ലക്ഷ്യത്തോടെ. ആ പേപ്പേഴ്സ് എൻ്റെ ഉള്ളിടത്തോളം കാലം അവരപകടത്തിലാണെന്ന് അവർക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത് പോലീസിൽ ഏൽപ്പിച്ച ചിലപ്പോ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാം ഒതുക്കി കളഞ്ഞേക്കാം. ശ്യാമയെ കൊന്നവരങ്ങനെ വെറുതെ വിടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പത്രത്തിലൂടെ ഒരു സെൻസേഷൻ ഉണ്ടാക്കിയാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതടയ്ക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ വിജയിച്ചില്ല. ആദ്യം സമീപിച്ച പത്രക്കാരിൽ നിന്ന് തന്നെ ഈ വിവരം എങ്ങനെയോ ചോർന്നു. പിന്നീട് എല്ലാ പത്രങ്ങളെയും അവർ സ്വാധീനിച്ചു എന്ന് തോന്നുന്നു. പലരെയും ഞാൻ സമീപിച്ചു, പക്ഷേ ആരും ഈ സംഭവം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ആ പേപ്പേഴ്സ് ഒക്കെ എവിടെയുണ്ട്? അതൊക്കെ ഭദ്രമായി ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. എന്നെ പെട്ടെന്ന് അവർ കൊല്ലാത്തത് ആ പേപ്പേഴ്സ് എവിടെയുണ്ടെന്ന് അറിയാത്തോണ്ടാവാം. കാര്യാട്ട് അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ഒരു കേരി ഉണ്ടായിരുന്നു. മൂപ്പര് പലപ്പോഴും പറയാറുണ്ട്, എടാ അച്ചു, പോക്കറ്റ് നിറച്ച് പൈസയും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാന്ന്. ആ പറഞ്ഞത് നേരാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി. ഇവന്മാര് ഭയങ്കരന്മാര് തന്നെ.